അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നാണ് നമ്മുടെ റിസ്വാനിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതിന് പോകേണ്ട ഇങ്ങനെ ഒരു പൊലിവിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ഇൻ്റെ ചിന്നുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഇമേജിൻ്റെ മുന്നിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് നേരെ ബസ് കയറി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അപ്പോൾ സ്ഥലം നമ്മുടെ കോട്ടപ്പാടം തന്നെയാണ് കേട്ടോ. ചെക്കനും പെണ്ണും കസിൻസ് ആവുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഫംഗ്ഷന് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായല്ലോ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു പൊലിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷെജിയും ജിൻഷിയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. 3 മണിക്ക് വരാൻ ഒരുങ്ങിയ ഞങ്ങൾ ഇവിടെ 5 മണിക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഫോട്ടോ എടുക്കൽ തന്നെ അങ്ങനെ എടുത്തെടുത്ത് നേരം വൈകി. പരിപാടി 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഏകദേശം തിരക്കൊക്കെ തീർന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ലപോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. TTCക്ക് നമ്മൾ ഫസ്റ്റ് ചെന്ന ആ ഒരു ഡേ മുതൽ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ, റിസ്വാനയുടെ കല്യാണം അതിനെന്തായാലും നമുക്ക് കൂടണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സന്തോഷ സുദിനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ദാ നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അങ്ങനെ ദാ പച്ച, വെള്ള, മഞ്ഞ, ചുവപ്പ് പല കളറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മഞ്ഞ കളറിലുള്ള പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ഉള്ളിലെത്തിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ മുഖങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അസീന ടീച്ചർ നമ്മൾ ഒരിക്കലും മറക്കൂല. അത്രയും നമ്മളോട് ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നമ്മളെ റിനിത ഇവളുടെ കുട്ടിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ആ ഒരു ടൈമിൽ ഗർഭിണിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കണ്ടപ്പോലേ എല്ലാവരും യോയോ ടാറ്റൊക്കെ കട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് സന്തോഷം. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പുതിയ പെണ്ണിന് ഒരു സമാധാനമല്ല. ഇങ്ങോട്ട് വാ ഫോട്ടോസ് എടുക്കാൻ വാവെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര വിളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു ടൈമിൽ പോകാതിരുന്നത്. നമ്മുടെ ഷെജി ജിൻഷി വരാതെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഇല്ല കേട്ടോ. അപ്പോൾ അവരും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതാ ഷെജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവളും എത്തിയിട്ടുണ്ട്. അവളുടെ എൻട്രി എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് എക്സൈറ്റ്മെന്റും കാര്യങ്ങളും സന്തോഷങ്ങളും എന്താ പറയുക, കുറച്ച് പ്രത്യേകത ആയിരിക്കും. അങ്ങനെ അങ്ങോട്ട് വന്ന് ഓരോരുത്തരും കെട്ടിപ്പിടിക്കലും ഉമ്മതരലും പിന്നെ ആകെ ഭയങ്കര കോലാഹലങ്ങളായിട്ടോ. കാരണം കുറേ ദിവസമായി ഞങ്ങൾ കണ്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ കല്യാണം പരിപാടിയും വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഇരുന്ന് സംസാരിച്ചിരുന്ന കുറേ ടൈം കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും കൂടെ വിശക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫുഡിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ഏകദേശം ഫുള്ളായിരുന്നു. പിന്നെ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം കഴിച്ചത് എൻ്റെ ഫേവറേറ്റ് ആയ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ സുർബേനി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും കുറേശ്ശാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരും ടേസ്റ്റ് അറിയാൻ പറ്റും. ഭീമനാട് പൂരം നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ബസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഓട്ടോക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കല്യാണത്തിന് വന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ഒന്നുമില്ല, നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ചുങ്കത്തിന് ഇറക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ കയറിയതാണ്. അങ്ങനെ ചുങ്കം വരെ പാട്ടും ഡാൻസും ഒക്കെ ആയി ഞങ്ങൾ ചുങ്കത്ത് ഇറങ്ങി ജസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ അങ്ങോട്ട് എടുത്തു. അതായത് നല്ല വൈബ്, രാത്രിയിലെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ആ ഒരു ടൈമിൽ വീട്ടിലോട്ട് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:30-8 മണി ആ ഒരു ടൈമിലാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ബസ് വന്നു. അങ്ങനെ അതിൽ കയറി മണ്ണാർക്കാട് വന്നിറങ്ങി. അങ്ങനെ ഞാൻ നേരെ കടയിലെത്തി. കടയിൽ സച്ച് ഉണ്ടായിരുന്നു. അവനെയും കൂട്ടി സ്കൂട്ടി എടുത്ത് ഞാനും സച്ചും ഫാദിയും കൂടെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. കുഞ്ഞാക്കൊക്കെ ടൈം ഉണ്ടായിരുന്നില്ല, കുഞ്ഞാക്ക കടയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. കമന്റ് തീരെ മറക്കല്ലേ.